പ്രാർത്ഥിച്ച പാട്ട് ഇവിടെ ആലപിച്ച പാട്ടാണ് സത്യം പറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദേവദാസൻ പറഞ്ഞു ഞാൻ എനിക്ക് ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞത് കാരണം ഞാനത് പാടാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനേ പരമപിതാവേ പരിപാവനാത്മാവേ നീയത്ത സുന്ദരൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ പരിശുദ്ധനേ പരമപിതാവേ പരിപാവനാത്മാവേ നീയത്ത സുന്ദരൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ നിൻമുഖം നോക്കി ജീവിപ്പാൻ നിൻ പാദത്തിൽ അമർന്നിപ്പാൻ നിൻമുഖം നോക്കി ജീവിപ്പാൻ നിൻ പാദത്തിൽ അമർന്നിപ്പാൻ കൃപയേകണേ കരുണാനിധേ കൃപയിലും മഹാസ്നേഹമേ കൃപയേകണേ കരുണാനിധേ കൃപയേകിടും മഹാസ്നേഹമേ പരിശുദ്ധനേ പരമപിതാവേ പരിപാവനാത്മാവേ നീയത്ര സുന്ദരൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ അത്ഭുതത്തിൻ നിറകുടമേ അമർന്നിടും ഞാൻ നിൻ പാദത്തിൽ അത്ഭുതത്തിൻ നിറകുടമേ അമർന്നിടും ഞാൻ നിൻ പാദത്തിൽ ആർക്കും മാറ്റാന വാർത്തനി സ്നേഹം എൻ പ്രിയനിൽ ഞാൻ രുചിച്ചിടുന്നു ആർക്കും മാറ്റാന വാർത്തനി സ്നേഹം എൻ പ്രിയനിൽ ഞാൻ രുചിച്ചിടുന്നു പരിശുദ്ധനേ പരമപിതാവേ പരിപാവനാത്മാവേ നീയത്ത സുന്ദരൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മധ്യയായിരിക്കാൻ സർവ്വകാലുവായ എന്റെ ദൈവം എനിക്ക് ഈ ഒരു വഴി ഒരുക്കി തന്നതിനായി എന്റെ ദൈവത്തെ ഞാൻ നന്ദിയോടെ ഹൃദയത്തോടെ സ്തുതിക്കുന്നതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന ദൈവദാസനെയും കുടുംബത്തെയും ഇതിന് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഈ അവസരം തന്ന ദൈവജനത്തിനും വിശ്വാസ എല്ലാ കുടുംബങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് ഇവിടെ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്തൊരു ഹല്ലേലൂയ വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്റെ ഒഫീഷ്യൽ നെയിം ശിവകുമാരി എന്നാണ്. എന്നാൽ എന്റെ ചർച്ചിലെ പാസ്റ്റർ എനിക്ക് ഇട്ടുതന്ന പേരാണ് സൂസൻ എന്ന്. അത് കാരണം ആ പേരിൽ ഞാൻ അറിയപ്പെടുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ വീട് തിരുവനന്തപുരം. എനിക്കിപ്പം എനിക്ക് സഹോദരിമാരുണ്ട്. എന്റെ അച്ഛനും അമ്മയും തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് അവിടെ തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ എന്റെ മാതാവാണ് ആദ്യം ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ മാതാവ്
ഹല്ലേലൂയ. ഒരു വൈദ്യരുടെ മകളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വൈദ്യന്മാരുടെ വീട്ടില് സാധാരണ ഉള്ള അറിയാമല്ലോ, ശുദ്ധി വൃത്തി, അതുപോലെയുള്ള അടിച്ചുതളിപ്പ്, അതുപോലെയുള്ള കർമ്മങ്ങൾ, ആചാരങ്ങൾ, ഹല്ലേലൂയ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരു 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 കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ എന്റെ അമ്മയാണ് ആദ്യം വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. ഞങ്ങള് ശൈശവ പ്രായത്തിൽ തന്നെ ഹല്ലേലൂയ ഹിന്ദു മതം പ്രകാരമുള്ള എല്ലാ സർവവും അതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കുഞ്ഞു പ്രായത്തിൽ തന്നെ മകരവിളക്ക് അതുപോലെയുള്ള എല്ലാം വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ 21 ദിവസം വ്രതമെടുക്കും. അതുപോലെ വളരെ ശുദ്ധിയും വൃത്തിയും അതുപോലെ സർവവും ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഭവനത്തിൽ ഒരു പൂജാമുറി ഉണ്ടായിരുന്നു. അവിടെ പല ദേവന്മാരുണ്ട്. പല അതായത് വിളക്കുകൾ വെച്ച് ആരാധിക്കുകയും അതുപോലെ ഈ വിളക്കൊരുക്കുന്നതും സർവവും മാല കെട്ടിയിടുക, ഇതെല്ലാം എന്റെ ജോലിയായിരുന്നു. കാര്യം ഞാൻ മൂത്ത മകളായത് കാരണം. ഹാലേലൂയ. അതെല്ലാം അതുപോലെ ചെയ്തു വന്ന ഒരു കുടുംബമായിരുന്നു. സ്തോത്രം. എന്നാൽ എന്റെ ഹാലേലൂയ എന്റെ അച്ഛൻ ഹാലേലൂയ സ്തോത്രം മറ്റുള്ള ദേശങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുമായിരുന്നു, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നത് കാരണം. എന്നാൽ ആ സമയം ഹാലേലൂയ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുവൈറ്റ് മമ്മി ഉണ്ടായിരുന്നു. ഒരു കുവൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞ് അവിടെ സെറ്റിൽ ആയപ്പോൾ ആ മമ്മി എപ്പോഴും വന്ന് എന്റെ അമ്മയെടുത്ത് പറയുമായിരുന്നു, വിമല എന്നാണ് എന്റെ അമ്മയുടെ പേര്, വിമല എപ്പോഴും ഒരു വെള്ള സാരിയും എടുത്ത് സുവിശേഷം പറയുന്ന ഒരു കാഴ്ച എന്നെ ദൈവം കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മമ്മി എപ്പോഴും വന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് സുവിശേഷം പറയുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ മമ്മി ഇരിക്കപ്പുറത്തില്ലാതെ എന്നും വന്ന് കയറുമായിരുന്നു. ഞങ്ങളിട്ടും പറയും സത്യദൈവം ഹാലേലൂയ യേശുവാണെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ഒരു കാര്യമുണ്ട്, എല്ലാ ദൈവങ്ങളുടെ കൂട്ടത്തിൽ യേശു കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് യേശുവിന്റെ ഫോട്ടോയും കൂടെ ഞങ്ങളുടെ പൂജാമുറിയിൽ കയറി ഹാലേലൂയ സ്തോത്രം അങ്ങനെ ആരാധന തുടങ്ങി. എന്നാൽ അതല്ല ദൈവം ആഗ്രഹിച്ചിരുന്നത്. സ്തോത്രം. ഹാലേലൂയ. എന്റെ അമ്മയെ വിളിച്ചു വേർതിരിച്ചു. അതിപ്രകാരമായിരുന്നു. സ്തോത്രം. ഒരു പ്രാവശ്യം എന്റെ അമ്മ വളരെ നെഞ്ചുവേദനയാൽ ഭാരപ്പെട്ടു കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ മമ്മി വന്നിട്ട് പറഞ്ഞു, യേശു രോഗസൗഖ്യം നൽകുന്നവനാണ്, യേശുവിനെ വിളിച്ച് നീ പ്രാർത്ഥിച്ചു നോക്കിയാൽ ഹാലേലൂയ യേശു രോഗസൗഖ്യം തരുമെന്ന് പറഞ്ഞത് കാരണം എന്റെ അമ്മ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹാലേലൂയ സ്തോത്രം. ഒരു ദിവസം ഹാലേലൂയ ദൈവത്തിന്റെ വലിയ തേജസ് ഹാലേലൂയ അമ്മയുടെ അടുത്ത് കടന്നു വരികയും ഇതാണ് ഹാലേലൂയ ഞാൻ യേശുവാണെന്ന് പറഞ്ഞ് രോഗസൗഖ്യം കൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഹാലേലൂയ എന്റെ അമ്മ തിരിയുന്നിടത്ത് ബൈബിൾ ദൈവത്തിന്റെ വചനം മുന്നിൽ എഴുതി കാണിക്കുവാൻ തുടങ്ങി. അടുക്കളയിൽ നിന്ന് ആ ദൈവവചനം ഹാലേലൂയ ബൈബിൾ ഹാലേലൂയ മുമ്പിൽ വന്ന് നിൽക്കുമെന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഹാലേലൂയ സ്തോത്രം അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു സ്നാനം എന്തുവാണെന്ന്. ദൈവ ശബ്ദം കേട്ടു സ്നാനപ്പെടുക എന്ന്. എന്നാൽ ഈ കുവൈറ്റ് മമ്മി ഒരു മർത്തോമക്കാരിയായിരുന്നു. സ്തോത്രം. അവരുടെ ഭവനത്തിൽ ഒരു ലേഡീസ് മീറ്റിംഗിലാണ് അമ്മ ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും അച്ഛൻ കാണാതെ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ മമ്മിയോട് ചോദിച്ച് ഈ അമ്മ എന്തുവാണ് മമ്മി ഈ സ്നാനം എന്നാണ് ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങളുടെ സഭയിലില്ല, അത് ഈ ബെന്തക്കോസുകാർക്കാണ്. ചിലപ്പോൾ ഒരു വർഷം വിമല ഹിന്ദുക്കളിൽ നിന്ന് വന്നത് കൊണ്ടായിരിക്കും, സ്നാനപ്പെടണമായിരിക്കും. അപ്പൊ ചോദിച്ചു ഇത് ആരെന്നെ സ്നാനപ്പെടുത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ബെന്തക്കോസുകാരുടെ അടുത്ത് നോക്കി അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് പ്രകാരം ദൈവത്തിന്റെ ആ ശബ്ദം കേട്ടത് കാരണം അമ്മ സ്നാനപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ശോധന വരുന്നതുപോലെ ദൈവത്തിന്റെ ഹാലേലൂയ വലിയ കരമമ്മയെ കരുതിയെങ്കിലും വലിയ വിഷയങ്ങളിൽ കൂടി അമ്മ കടന്നുപോയി. അതിന് പ്രത്യേക ഞാന് ഹല്ലേലൂയ എന്റെ അമ്മയ്ക്കെതിരെ നിന്നു. ഹാലേലൂയ സ്തോത്രം. അത് കാര്യം എന്തെന്ന് വെച്ചാൽ നിലവിളക്ക് കത്തിക്കുന്നത് നിന്നു. അമ്മ പറഞ്ഞു ഹാലേലൂയ നമ്മുടെ ആരാധനാക്രമം തെറ്റാണെന്ന് അമ്മ പറയുവാൻ തുടങ്ങി. എന്റെ അടുത്ത് പറഞ്ഞു മകളെ അതിനകത്ത് അത് പോകണ്ട, കാര്യം ദൈവത്തിന്റെ വചനം എന്നെ കാണിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം പറയുന്നു ഹാലേലൂയ റോമർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, അക്ഷരനായ ദൈവത്തിനെ ഹാലേലൂയ അവർ ഹാലേലൂയ മനുഷ്യജാതി മൃഗജാതി ഇഴജാതിയോട് ഉപയോഗിച്ചുകൊണ്ട് ആരാധിക്കുന്ന ക്രമം ഹല്ലേലൂയ എന്ന അത് തെറ്റാണെന്ന് പറഞ്ഞു. അതുപോലെ ആവർത്തന പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 16 തൊട്ട് 19 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു, ആകാശത്തിന് കീഴിലോ മൃഗത്തിന് ഹല്ലേലൂയ ഭൂമിക്ക് കീഴെയോ മൃഗജാതിയുടെ ഭാവജാതിയുടെ അതുപോലെ ഒന്നിനെ വെച്ച് ആരാധിക്കരുത്. എന്നാൽ ഹാലേലൂയ ഞങ്ങളുടെ ഹാലേലൂയ ആ ക്രമരീതി തന്നെ തെറ്റാണെന്ന് നമ്മൾ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. അത് ഈ പൂജാമുറിയിൽ എനിക്ക് വേണ്ടുന്നത് പോലെ എനിക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാന്നുള്ള മട്ടായി. അത് കഴിഞ്ഞപ്പോൾ പൂജാമുറി കരിന്തിരി തുടങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ദേഷ്യം തുടങ്ങി. പ്രത്യേക ഹാലേലൂയ അച്ഛൻ ഇല്ലാത്ത സമയത്ത് അമ്മ ബെന്തക്കോസുകാരെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥനയും തുടങ്ങി. ഞാൻ അന്ന് പ്രീഡിഗ്രിക്ക് പഠിക്കുന്നു. ഹല്ലേലൂയ ഞാൻ കോളേജ് വിട്ട് വരുമ്പോഴത്തേന് നമ്മുടെ നാട്ടിലെ പതിവുണ്ട്
പറഞ്ഞല്ലോ, പടിക്കെട്ടിൽ അവിടുന്ന് അമ്പലത്തിന്റെ പടിക്കെട്ടിലിരുന്ന് പോവാനൊക്കെ ശല്യം. എന്നെ കാണുമ്പോ ഒരു പാട്ട് എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ സ്തോത്രം. എന്നെ പരിഹസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, അത് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. ഞാനത് വന്ന് തീർക്കുന്നത് എന്റെ അമ്മയോടായിരുന്നു. ഞാൻ പറയും, എനിക്ക് ഹല്ലേലൂയ ഈ വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ വയ്യ, ഇത് എന്തുവാണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുക്കും. ഇവിടെ അച്ഛൻ പോയി കഴിയുമ്പോ ഇവിടെ ഹല്ലേലൂയ ഇവിടെ പാട്ടും പ്രാർത്ഥനയാണ്, ബന്ധിക്കോസുകാരെ കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഇവരെ കാണുമ്പോൾ കഥവടക്കിച്ച് റൂമിനകത്ത് കയറിയിരിക്കും. ഇവര് പോകുന്നത് വരെ ഞാൻ റൂമടച്ച് ഒരേ ഇരിപ്പിരിക്കുമായിരുന്നു. ഇവര് പോയി കഴിയുമ്പോൾ പയ്യെ ഇറങ്ങി വരും. ഹല്ലേലൂയ, അങ്ങനായിരുന്നു എന്റെ ജീവിതം. എനിക്ക് ബന്ധുക്കോസുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടെടുത്താൻ കണ്ടുകൂടാത്ത അവസ്ഥയായിരുന്നു അന്നത്തെ കാലത്ത്. എന്നാൽ എന്റെ ദൈവം എന്നെ കണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായുന്നതിന് മുമ്പേ പിണ്ടാകാലമായിരുന്നപ്പോഴേ എന്നെ കണ്ട ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. അതിങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം പ്രീ ഡിഗ്രി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമരമുള്ള ഒരു ദിവസം 10:30 മണി സമയം ഞാനൊരു മയക്കത്തിലേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ വീണു. അപ്പോൾ എന്നെ ദൈവം രോഗാവസാനം കാണിച്ചു തന്നു. ഹല്ലേലൂയ. അപ്പൊ അത് ഹല്ലേലൂയ ഇപ്രകാരമായിരുന്നു. ആ ദേശത്തെ സകല ഭവനങ്ങളും നശിച്ചു. ഞങ്ങളുടെ ഒരു ഭവനം മാത്രം നിൽക്കുന്നതായിട്ട് കണ്ടു. ഞാനിങ്ങനെ അതിശയിച്ച് പറയുകയാണ്, ഇതെല്ലാം നശിച്ചുവല്ലോ, ഇതെന്താണ് നമ്മുടെ ഭവനം മാത്രം നശിക്കാതിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു, നിന്റെ അമ്മയുടെ പ്രാർത്ഥനയെന്ന്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, ആരാണ് സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ യേശു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതോടൊപ്പം ഞാൻ ഹല്ലേലൂയ ഇങ്ങനെ ഒരു വലിയ പാട്ടിന്റെ ഈരടി കേട്ടു. അത് പഴയ പാട്ടാണ്. ലോകാന്ത്യം ആസന്നമായി, ഈ യുഗം കഴിയാറായി, രക്ഷയുടെ വാതിൽ പൂട്ടാറായി, യേശു നിന്നെ വിളിക്കുന്നു എന്നുള്ള ദൈവിക ശബ്ദം. ഹല്ലേലൂയ. പാട്ടിന്റെ ഈരടികളോട്, സ്വർഗീയരടികളോട് ഞാൻ കേട്ടുകൊണ്ട് വലിയൊരു പ്രകാശം എന്റെ മുമ്പിലേക്ക് വന്നു നിന്നു. ഹല്ലേലൂയ. കണ്ടതോടുകൂടി ഹല്ലേലൂയ ഞാൻ ആ മയക്കത്തിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റതുപോലെ ഞാൻ ചാടി പിടിച്ച് പേടിച്ച് ഞാൻ അടുക്കളയെ ഓടിച്ചതിന് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരി ബന്ധക്കോസുകാരൻ വന്നിട്ടുണ്ടോ, ഇവിടെ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു, ഹല്ലേലൂയ ഇവിടെ ഒരു ബന്ധക്കോസുകാരൻ വന്നിട്ടില്ല, കുഞ്ഞു ഉറക്കം വെച്ചിട്ട് പറയുന്നയാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അന്ന് തൊട്ട് എന്റെ ഹൃദയത്തിന് ഒരു ഭയം തട്ടി. ഹല്ലേലൂയ. എന്റെ അമ്മയെ ഉപദ്രവിക്കുന്നത് ഞാൻ മതിയാക്കി. ഞാൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഈ യേശു വിളിക്കുന്നു എന്നുള്ള പാട്ടിന്റെ അലയടികൾ എന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പിന്നെ എനിക്ക് ഭയം തോന്നിയിട്ട് ഞാൻ ഉപദ്രവിക്കുന്നത് നിർത്തി. ഞാൻ അല്പം ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, സർവ്വലോകം നേടിയാലും ഹല്ലേലൂയ നിന്റെ ആത്മാവിനെ നേടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് പ്രകാരം ഹല്ലേലൂയ ഞാൻ ദൈവവചനത്തിലേക്ക് ഇച്ചിരിച്ച് ഹല്ലേലൂയ തലചായ്ക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മോളെ നിനക്ക് സ്വർഗം വേണോ നരകം വേണോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് നരകം വേണ്ട, എനിക്ക് സ്വർഗം വേണമെന്ന്. അപ്പോൾ എന്റെ അമ്മ പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ നീ കടക്കണമെങ്കിൽ സ്നാനമേക്കണമെന്ന്. അന്ന് എനിക്ക് വചനമൊന്നും അറിയത്തില്ല. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം. എന്റെ ദൈവം എനിക്ക് ദർശനങ്ങളും വെളിപ്പാടുകളും തന്നു തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. അത് കഴിഞ്ഞ് ശിശുവിനെ പോലെ ഹല്ലേലൂയ ഞാൻ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവരാജ്യത്തിലെ ശിശുവിനെ പോലെ കൈക്കൊള്ളാത്തവൻ ആരും അതിൽ കടക്കുകയില്ല. നീ ഹല്ലേലൂയ തിയോളജി പഠിച്ച് അതും ചെയ്തും ചെവഞ്ഞുകൊണ്ടിരുന്ന നീ എന്നും അങ്ങനെ ഇരിക്കത്തേ ഉള്ളെന്ന് ഹല്ലേലൂയ എന്റെ അമ്മ പറഞ്ഞത് കാരണം അത് ഞാൻ അനുസരിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ 1983 ഹല്ലേലൂയ ഓഗസ്റ്റ് മാസം എന്റെ ദൈവത്തിന്റെ മുമ്പാകെ ജലത്തിൽ സ്നാനപ്പെടുവാൻ എന്റെ ദൈവം ഹല്ലേലൂയ ഇടയാക്കി. അത് തിരുവനന്തപുരം ഹല്ലേലൂയ നാലാഞ്ചിറ സഭയിലെ അലക്സാണ്ടർ പാസ്റ്ററിന്റെ കീഴിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. അതിനുശേഷം നഴ്സിംഗിന് പോയി. ഹല്ലേലൂയ. ദൈവം ദർശനങ്ങളും വെളിപ്പാടുകളാലും എന്നെ ഹല്ലേലൂയ നടത്തുവാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം എനിക്ക് ജീവനും ചൈതന്യവുമായി. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ എനിക്ക് തേനിലും തേൻകട്ടയിലുമായി മധുരമായി തിരുമധുരമായി തോന്നി. ഞാൻ ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ വചനം എന്റെ മാറോട് പിടിച്ചു. ഹല്ലേലൂയ എന്റെ കർത്താവിനെ കൈപിടിച്ച് വഴി നടത്തുവാൻ തുടങ്ങി. എന്നാൽ വിശ്വാസത്തിന്റെ ശോധന വരുമെന്നുള്ള കർത്താവിന്റെ വചനം പോലെ എന്റെ അമ്മ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി. ഹല്ലേലൂയ എന്റെ അച്ഛൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ ഒന്നിനു പകരം ഒന്നായിട്ട് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ അടിച്ചു തുടങ്ങി. ഹല്ലേലൂയ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന കർത്താവേ ഹല്ലേലൂയ സമയം ബന്ധുക്കളുടെ മുമ്പിൽ ചെന്നാലും ഞങ്ങൾക്ക് നിന്ന ഹല്ലേലൂയ സ്തോത്രം. ഒരു മനുഷ്യൻ ഞങ്ങളെ കല്യാണത്തിന് വിളിക്കുകയില്ല, ഞങ്ങളെ വീട്ടിൽ കയറ്റുകയില്ല. അങ്ങനെയൊക്കെ ആയെങ്കിലും എന്റെ ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിച്ചു നിന്നു. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തൻ
തെണ്ടിക്കൊണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിനെ ഹല്ലേലൂയ മുഖത്ത് നോക്കി എൻ്റെ അമ്മ നിലവിളിച്ചു. ഹല്ലേലൂയ. ഓ, ആർക്കും മാറ്റാനാവാത്ത സ്നേഹത്തിൽ ഞങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ അമ്മ ഹല്ലേലൂയ വളരെ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ എൻ്റെ ദൈവം ജീവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടോ? ദൈവത്തിൽ ആശ്രയിച്ച ദൈവത്താൽ സർവ്വം സാധ്യമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നേഴ്സിംഗ് വന്നപ്പോഴും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ചോദിച്ചു, ഓ, നിന്റെ മക്കളെ ആരും കെട്ടിക്കൊണ്ടു പോകുമെന്ന്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം, 21 വെള്ളിയാഴ്ച നിനക്ക് വേണ്ടി ദൈവം കരുതുമെന്ന്. ഹല്ലേലൂയ. ഇങ്ങനെ വരുന്നവർക്ക് ഒരു പ്രയാസമുണ്ടെന്ന് പറയട്ടെ. ഹല്ലേലൂയ. ഹിന്ദുക്കളിൽ നിന്ന് കിട്ടുമോ? അവിടെ നിന്ന് കിട്ടത്തില്ല. ക്രിസ്ത്യാനികളിൽ നിന്ന് കിട്ടുമോ? അവിടെ നിന്നും കിട്ടത്തില്ല. ഒന്നുമില്ലാത്ത പരുവത്തിൽ കർത്താവ് ഹല്ലേലൂയ ഒരു ആക്കുന്നവനല്ല. എന്നാൽ ഞങ്ങൾ അന്ന് അങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, എന്നാൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി. ഞാൻ 21 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയതാണ്. ഇപ്പോൾ ഞാൻ കർത്താവ് എന്നെ ഹല്ലേലൂയ മാനിച്ചു. ദൈവദാസൻ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കും, ഞങ്ങളുടെ കല്യാണം കഴിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹം ഒരു വിഗ്രഹാരാധന വിഗ്രഹം ആരാധിക്കുന്നവനായിരുന്നു. എന്നാൽ ദൈവാത്മാവ് എന്നെ കാണിച്ചു തന്നു ഈ മനുഷ്യനാണെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് ആ ആലോചന വന്നപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ ഹല്ലേലൂയ ഞാൻ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ ദൈവത്തിന്റെ പ്രകാരം നടക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഇങ്ങനെയായിരുന്നു, കർത്താവെ കുടിക്കരുത്, വലിക്കരുത്, ഡിഗ്രിക്കാരനായിരിക്കണം. ഞാൻ പണമോ പ്രതാപമോ ഒന്നും ചോദിച്ചില്ല. കാര്യം ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ മദ്യത്തിനൊക്കെ അടിമയായിട്ട് വന്ന് ഇടിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് എനിക്കത് പേടിയായിരുന്നത് കൊണ്ട് കർത്താവ് ഇടിക്കുന്നവനെയൊന്നും എനിക്ക് കിട്ടരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചോളൂ. ഹല്ലേലൂയ. അതുപോലെ തന്നെ എന്റെ കർത്താവ് നല്ല ശാന്തനും സൗമ്യനുമായ ഹല്ലേലൂയ ഒരു ഭർത്താവിനെ എനിക്ക് ദൈവം ദാനമായി തന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളും പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ നിങ്ങൾ ചോദിക്കുന്ന അതുപോലെ തരുവാൻ ശക്തനായവനാണ് ഹല്ലേലൂയ ദൈവം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കർത്താവ് ഹല്ലേലൂയ എനിക്ക് നേഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോയി. ഞാൻ സാധാരണ ഞാനിത് പറയാറില്ല എന്റെ സാക്ഷ്യം. കാര്യം എന്താന്ന് വെച്ചാൽ ചില സാക്ഷ്യങ്ങൾ കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവേ എന്റെ ജഡം ഉയരുന്നു എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ സാക്ഷിയാകണമെന്ന് പറഞ്ഞത് കൊണ്ട് പോലും കർത്താവിന്റെ ദാസൻ ഇന്ന് രാവിലെ പറഞ്ഞുവല്ലോ, ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുമെന്ന്. എനിക്ക് വചനം പറയാനാണ് ഇഷ്ടം. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ കർത്താവിന്റെ സുവിശേഷം പറയുവാനാണ് എനിക്ക് ഇഷ്ടം. എന്നാൽ ഹല്ലേലൂയ ഒരു സാക്ഷി പറയുവാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. ദരിദ്രനെ കുപ്പയിൽ നിന്നെടുത്ത് ഉയർത്തി ഹല്ലേലൂയ രാജാക്കന്മാരോടുകൂടെ ഇരുത്തുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ വചനം എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അതുപോലെ വന്നു. ഹല്ലേലൂയ. മിനിസ്ട്രി ഓഫ് ഹെൽത്തില് ഹല്ലേലൂയ സൗദിയിലേക്ക് പോകുവാൻ ദൈവം കൃപ തന്നു. അത് കഴിഞ്ഞ് ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ ഒന്ന് പറയട്ടെ. ഹല്ലേലൂയ. വിസ ഇല്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? PR ഇല്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ അന്നത്തെ കാലത്ത് കിങ് ഫാദർ ഒരു ഓർഡർ ഇട്ടു, എല്ലാ ഹിന്ദുക്കളെയും ടെർമിനേറ്റ് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. ഞാനും ഹിന്ദു ആയിരുന്നു, എന്റെ ഒഫീഷ്യൽ പേപ്പർ ആയിരുന്നത് കാരണം ഹല്ലേലൂയ ഞാനും എല്ലാം പാക്ക് ചെയ്തു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവിടെയുള്ള ഹിന്ദുക്കളൊക്കെയാ പോകുന്നത്, ഞാൻ അവിടുത്തെ അറിയുന്നത്. എന്റെ ദൈവമേ ഹല്ലേലൂയ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ പോകാവുന്ന കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ദൈവം അതിന് മറുപടി എന്ന പോലെ 4 വർഷം വരെ 4 മാസത്തിലുള്ളവർ വരെ കോൺട്രാക്ട് തീർന്ന് പെട്ടിയും എടുത്ത് കടന്നുപോയി എന്റെ 2 കൂട്ടുകാർ. എന്നാൽ 5ാമത്തെ മാസമായപ്പോൾ കർത്താവ് എനിക്ക് ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്തു തന്നു. എന്റെ ദൈവത്താൽ സർവ്വം സാധ്യം. നമ്മ ഒരു രാജാവാണ് ഓർഡർ ഇട്ടെങ്കിൽ ഹല്ലേലൂയ രാജാവിന് മുകളിൽ ഒരു രാജാവുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടോ? ഹല്ലേലൂയ ദൈവത്തെ രുചിച്ചറിയുക. യേശു നിനക്ക് വേണ്ടി മരിച്ചവൻ, നിന്റെ ശാപങ്ങൾക്കും പാപങ്ങൾക്കും വേണ്ടി ജീവിച്ച ദൈവത്തെ നീ ആരാധിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അടുത്തൊന്ന് ഞാൻ പറയട്ടെ, യേശു ഹല്ലേലൂയ സൗഖ്യദായകനെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു. ദൈവം എനിക്ക് ദർശനം തന്നു. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു വലിയ കഷ്ടത വരുന്നതായിട്ട് കാണിച്ചു തന്നു. ഇതൊന്നും അറിയാതെ ഞാൻ ചെന്നിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന ടേബിളിന്റെ അവിടുത്തെ ഡെസ്കിന്റെ മുകളിലുള്ള ഒരു കബോർഡ് ഒരു കുഴപ്പമില്ലായിരുന്നത് മറിഞ്ഞ് എന്റെ തലയെ കൂടെ വീണു. ഹല്ലേലൂയ. ഞാൻ അവിടെ വീണു. ഹല്ലേലൂയ. എന്റെ ദേഹം മൊത്തം നാക്കൊക്കെ പൊട്ടി രക്തമൊഴിച്ചു. എന്നിട്ട് എന്നെ പെട്ടെന്ന് CT സ്കാനിന് കൊണ്ടുപോയി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ ഹല്ലേലൂയ
ഹല്ലേലൂയ. എന്റെ ഈ വലത് കരം ഹല്ലേലൂയ 2 വർഷക്കാലം എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ, ഒന്നും എഴുതാൻ പറ്റത്തില്ല, തളർന്നു പോയ കണക്ക്. അന്ന് എനിക്ക് 27 വയസ്സേ ഉള്ളു. ഹല്ലേലൂയ. ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ഒട്ടും വയ്യല്ലോ, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എന്റെ കൈ തളർന്നു പോകുന്നു. അതുപോലെ ഭയങ്കര കഴുത്ത് വേദന, പിന്നെ എങ്ങനെ ഇട്ട് കുത്തുന്നു അതുപോലെയായിരുന്നു. ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഹല്ലേലൂയ എനിക്ക് രോഗ സൗഖ്യം തന്നു. അനേക ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുക ഈ കൈ കൊണ്ട് എനിക്ക് കൃപ തന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. യേശു നിന്നെ തൊട്ടാ, ഹല്ലേലൂയ, അവൻ നിന്നെ തൊട്ടാ, ഓ ഹല്ലേലൂയ, നീ അവനെ തൊട്ടാ നിനക്ക് രോഗ സൗഖ്യം വരിക തന്നെ ചെയ്യും. അതിന് ഹല്ലേലൂയ യാതൊരു സംശയവുമില്ല. അവിടെ നിന്ന് കർത്താവിന്റെ കരം കണ്ടു, ഞാൻ ദൈവ കരം കണ്ടു. ഞാൻ UK പോകുന്നതായിട്ട് 10 വർഷക്കാലം എന്റെ കർത്താവ് എനിക്ക് സൗദിയിൽ നിൽക്കുവാൻ കൃപ തന്നു. അത് കഴിഞ്ഞ് UK വന്നു. UK വന്നപ്പോഴും ഒരു മനുഷ്യരില്ല, വന്ന ദേശത്ത് ഒരു മലയാളികളില്ല. ഓ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നോക്കിയപ്പോ, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ, എന്നാൽ നേഴ്സിംഗ് ഹോമിലാണ് എന്നെ കൊണ്ടുവന്നിട്ടത്. ഞാൻ നോക്കിയപ്പോ കുറച്ച് എൽഡർലി പീപ്പിൾ ഒക്കെ ഇരിക്കുന്നു. ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു, കർത്താവ് ഇതെന്തോ ഇങ്ങനെയുണ്ടോ ജീവിതങ്ങൾ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ അന്തം വിട്ട് ഞാൻ നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, രാത്രിയുടെ യാമങ്ങളിൽ ആരും ആ ദേശത്തില്ല. ഹല്ലേലൂയ, വലിയൊരു വീട്ടിൽ കർത്താവ് എന്നെ കൊണ്ടുവന്നാക്കി. ഹല്ലേലൂയ, വളരെ കഷ്ടപ്പാട് ഞാൻ സഹിച്ചു. ഒരു ഗ്ലാസ് ചായ കുടിക്കുവാൻ ഞാൻ ഹല്ലേലൂയ ഞാൻ വരക്കം പാഞ്ഞു. ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് എനിക്കൊരു ഗ്ലാസ് ചായ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നെ ആട്ടി ഓടിച്ചു. അവർ വിചാരിച്ചു ഏതോ കള്ളത്തിൽ വന്നവരാണെന്ന് വിചാരിച്ചു എനിക്ക് തന്നില്ല. എന്നിട്ട് ഞാൻ മാറി നിന്ന് ഞാൻ എന്റെ റൂമിൽ വന്ന് ഞാൻ പൊട്ടിക്കറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, അവിടുത്തെ കരം കണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. എന്താ കർത്താവേ ഇത്ര കഷ്ടതയെന്ന് ചോദിച്ചു. ഹല്ലേലൂയ, കർത്താവിന്റെ കരം കണ്ട് ഇറങ്ങി തിരിച്ചുവെങ്കിലും കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ കുറുകുറുക്കുന്നവരും കർത്താവിനോട് തിരിച്ചു ചോദിക്കുന്നവരും കർത്താവിനെ ക്രൂശിക്കാറുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാനും ഹല്ലേലൂയ, ഞാൻ 2 മണി 3 മണി നേരത്തൊക്കെ മുട്ടുമേലിന് കരയും. ഞാൻ പറയും, കർത്താവേ, അവിടെ നിന്നല്ലാതെ എനിക്ക് ആരുമില്ല കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവമക്കളെ കേൾക്കണമോ, 3 മാസം കഴിഞ്ഞപ്പോൾ സ്ഥിതികൾക്ക് മാറ്റം വന്നു. ഡയറക്ടർ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ആരെങ്കിലും ബന്ധുക്കളുണ്ടോ? യു ആർ എ വെരി ഹാർഡ് വർക്കിംഗ് വുമൺ, ഐ വാണ്ട് സംബഡി ലൈക്ക് യു എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഹല്ലേലൂയ, ഞാൻ എന്റെ ബ്രദർ ഹല്ലേലൂയ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനാണ്. അവനെ ഞാൻ നഴ്സിംഗ് വിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനെ അവന്റെ കുടുംബത്തെ അതുപോലെ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ആ 4 കുടുംബത്തെ ഇനി കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്റെ കുടുംബത്തെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയും ആളുകളെ വേണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ പാസ്റ്റർ GS മാത്യു ഇപ്പൊ പ്രൈലോണിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ഹല്ലേലൂയ, അദ്ദേഹത്തെയും കുടുംബത്തെയും കൊണ്ടുവന്നു. ആ സഭയിലെ സർവ്വ ദൈവമക്കളെയും കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ ദേശത്തൊരു ദൈവസഭയില്ലായിരുന്നു. 2 പേര് വെച്ച് തുടങ്ങിയ പ്രാർത്ഥന ഹല്ലേലൂയ എന്നതൊരു വലിയ ദൈവസഭയായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ ഒരു ദേശത്തേക്ക് വിട്ട ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ അനുഗ്രഹിച്ചതായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് വേറൊന്നുകൂടെ പറയട്ടെ. ഹല്ലേലൂയ, ഞാന് അവിടെ ആയിരുന്നപ്പോ 1050 നേഴ്സസിന്റെ അത് കഴിഞ്ഞിട്ട്